ഞാൻ പറഞ്ഞോട്ടത് വാങ്ങിച്ചോ ഓഫി? രാത്രി അബി കയറി വരുന്ന കണ്ണമ്മ ഹാളിൽ നിന്ന് ടി വി കാണിക്കുകയായിരുന്ന രാധിക ചോദിച്ചു. അതൊക്കെ വാങ്ങി. കയ്യിലിരുന്ന കവർ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അമ്മാ. കവർ കയ്യിൽ വാങ്ങി വീണ്ടും ടി വിയിൽ ശ്രദ്ധിച്ചൊരു അബി വിളിച്ചു. എന്താടാ? കട്ടൻ എങ്ങനെ വേണം നിനക്ക്? അവർ അവന്റെ മുഖത്തേക്ക് നോക്കി. അത് അമ്മ, ആ കൊച്ചിനെ നാളെയോ മറ്റന്നാളോ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടേക്കണം. അബി ചുറ്റുമൊന്ന് നോക്കി അഞ്ചു അവിടെയൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പറഞ്ഞു. അതെങ്ങനെയാ മോനെ നാളെ കൊണ്ട് പോയി വിടുന്നത്? നല്ലോണം പനി കുറഞ്ഞിട്ട് ഞാൻ തന്നെ കൊണ്ടുവിടാം. അവരൊരു മടിയോടെ പറഞ്ഞു. ഒരുപാട് താമസിക്കണ്ട, അതാ കൊച്ചിന് പേരുദോഷം ഉണ്ടാവാൻ ഇടവരൂ. പറഞ്ഞിട്ടവൻ അവർക്ക് അടുത്തുനിന്നും എഴുന്നേറ്റു. ഇവിടെ നിന്നതിന് ആ കൊച്ചിന് എന്ത് പേരുദോഷം വരാനാ അബി? അവള് ഇവിടെ നിൽക്കുന്നത് നിനക്ക് തീരെ ഇഷ്ടമല്ല മോനെ. സങ്കടത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി രാധിക. എന്റെ ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒന്നും ഇവിടെ വിഷയമല്ലമ്മേ. പക്ഷെ പീഡന കേസിൽപ്പെട്ട ഒരുവന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ആ പെൺകുട്ടിക്ക് അത്ര നല്ലതാവില്ല. അഞ്ചുവാണ് അങ്ങനെ ഒരാളുടെ വീട്ടിൽ പോകാൻ നിന്നാൽ അമ്മ അവളെ വിടുവോ? വേദന നിറഞ്ഞ ശബ്ദത്തിൽ അഭി ചോദിക്കെ മറുത്തൊന്നും പറയാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളോടെ പകച്ചിരുന്നു രാധിക. മോനെ, അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ തെളിഞ്ഞതല്ലേ? വേദനയോടെ അവർ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരക്കി. ഒരിക്കൽ ആ പേര് ഒരാളുടെ തലയിൽ വീണു പോയാൽ പിന്നെ എത്ര നിരപരാധിയാണെന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹം അത് സമ്മതിച്ചു തരില്ലമ്മേ. 10 പേര് കൂടുന്നിടത്ത് 8 പേര് നമ്മുടെ ഭാഗം പറഞ്ഞാലും ബാക്കി 2 പേര് പറയുന്നത് അവൻ അങ്ങനെ ചെയ്യാതെ ആ പെണ്ണവന്റെ പേര് പറയോ എന്നാകും. അതൊക്കെ ഈ 2 വർഷം കൊണ്ട് ഒരുപാട് കേട്ടതാണ് ഞാൻ. പിന്നെ ഇന്ന് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിച്ചു പോലും ഇവിടെ നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അറിയില്ലെന്ന് കരുതിയാണ്. പക്ഷെ അങ്ങനെയല്ലമേ, ഇവിടെയും കുറെ പേർക്കെങ്കിലും എൻ്റെ കാര്യങ്ങൾ അറിയാം. ഇനി ആ പെങ്കൊച്ചും അതിൻ്റെ വീട്ടുകാരും കൂടെ ഞാനൊരു മോശക്കാരനാണെന്ന് കരുതും മുൻപ്. അതിങ്ങനെ നാളെയെങ്കിലും നാളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടേക്ക്. ഞാൻ കാരണം അവൾക്ക് കൂടെ ചീത്തപ്പേരാവരുത്. ആ ശാപം കൂടെ തലയിലേറ്റാൻ വയ്യ എനിക്കിനി. അമ്മക്കരികിൽ നിന്ന് പറയുന്നെങ്കിലും അവിടെ മുഖത്ത് നോക്കാൻ പോലും ആവാതെ കൈകളിൽ മുഖം താങ്ങി കുനിഞ്ഞിരുന്നു അബി. അബി മോനെ, നീ തെറ്റൊന്നും ചെയ്തിട്ടിരുന്ന അമ്മയ്ക്ക് നിന്നെ അറിയാവുന്നവർക്കും അറിയാം. പിന്നെ പറയുന്നവർ പറഞ്ഞോട്ടെ. നീ അതൊന്നും ഓർത്ത് മനസ്സ് നോവിക്കണ്ട. നാളെ എറണാകുളത്തേക്ക് പോകേണ്ടതല്ലേ? മനസ്സ് നോവിക്കാതെ പോയി കുളിച്ചിട്ട് വായോ. എന്നിട്ട് വലുതും പോയി കഴിച്ചു കിടന്നുറങ്ങാൻ നോക്ക്. കൈവെള്ളിൽ മുഖം മറച്ചിരിക്കുന്നവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടാകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അബിയോട് ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ജാതിയുടെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു. ഇതൊന്നും മറ്റാരുടെയും തെറ്റല്ല, എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങളാണെന്നോർക്കെ എനിക്കറിയാമേ. അതിൽ എൻ്റെ അമ്മയും കൂടപ്പിറപ്പുകളും കൂടെ പെട്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നത്. മുഖം അമർത്തി തുടച്ചിട്ട് അവിടെ തോളിൽ ചാഞ്ഞിരുന്നുണ്ട് അബി മെല്ലെ പറഞ്ഞു. ഇപ്പം ഇതൊക്കെ പറയാനും ചിന്തിക്കാനും ഒക്കെ എന്താ മോനെ കാരണം? ഒന്നുമില്ലമ്മ, ഞാൻ വെറുതെ കഴിഞ്ഞതൊക്കെ ഒന്ന് ഓർത്ത് പോയി. അമ്മ പോയി കഞ്ഞി ഉണ്ടാക്കി ആ കൊച്ചിന് കൊടുക്ക്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. പൊടിയിൽ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ നിവി ഇവിടെ നിൽക്കുന്നതിനെക്കുറിച്ചും തന്നെക്കുറിച്ചും ഒന്നും അറിയാത്തൊരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് മോശമായി പറയുന്ന കേട്ടുവെന്ന് അമ്മയോട് പറഞ്ഞ് അവരെ കൂടുതൽ വേദനിപ്പിക്കാൻ മടിച്ച് ഒഴിഞ്ഞു മാറിപ്പോയി അബി. അമ്മേ, ഏട്ടൻ വന്നായിരുന്നോ? കുക്കറിൽ നിന്നും വിസിൽ കേട്ട് അടുക്കളയിൽ കയറുവെന്ന് അഞ്ചു തിരക്കി. അമ്മേ, അടുത്ത് വന്ന് ചോദിച്ചിട്ടും അറിയാതെ എന്തോ ചിന്തിച്ച് കണ്ണ് നിറച്ചു നിൽക്കുന്ന രാധികയെ തട്ടി വിളിച്ചു അഞ്ചു. ആ, എന്താ എന്താ അഞ്ചു നിനക്ക്? അവരൊരു ഞെട്ടലോടെ ചോദിച്ചുകൊണ്ട് മുഖം തിരിച്ച് അവളെ നോക്കി. അമ്മ എന്തിനാ കരഞ്ഞേ? അവിടെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അഞ്ചു തിരക്കി. കരഞ്ഞൊന്നുമില്ലടി, ഞാൻ ഈ ഉള്ളി പൊളിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞതാണ്. മുഖമൊന്ന് തുടച്ചുകൊണ്ട് രാധിക മെല്ലെ പറഞ്ഞു. അത് വിശ്വാസമാകാത്ത പോലെ അവരെ നോക്കി നീട്ടിയൊന്ന് മൂളി അഞ്ചു. അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചത്? നിവിക്ക് ചൂട് കുറവായോ? കഞ്ഞിയായിട്ടുണ്ട്, ഇനിയിപ്പോ ഇത്തിരി ചൂട് കഞ്ഞി കുടിച്ചിട്ട് കിടക്കട്ടെ. കഞ്ഞി ഇറക്കി വെച്ചിട്ട് രാധിക പറഞ്ഞു. അവളൊന്ന് മേല് കഴുകിയമ്മ, പനി ഇത്തിരി കുറവുണ്ട്. അമ്മ കഞ്ഞി വിളമ്പി വെക്ക്, ഞാൻ കൊടുത്തോളാം. അവരുടെ വാടിയ മുഖത്ത് നോക്കി മെല്ലെ പറഞ്ഞു അഞ്ചു. അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചത്? എന്തോ ചോദിക്കുകയും ചെയ്തല്ലോ നീ? പെട്ടെന്ന് ഓർത്ത് രാധിക അവളോട് തിരക്കി. ഏട്ടൻ വന്നെന്ന് ചോദിച്ചതാമേ. എന്തേ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? രാധിക മുഖം ചൊളിച്ച് അവളെ നോക്കി തിരക്കി. അത്യാവശ്യം ഒന്നുമില്ലമ്മേ, നാളെ ഞങ്ങൾ സച്ചിനേട്ടൻ്റെ വീട്ടിലൊന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. രാധികയെ ചുറ്റി പിടിച്ചുകൊണ്ട് അഞ്ചു ചോദിച്ചു. അതെന്തിനാ ഇപ്പം അങ്ങോട്ട് പോകുന്നത്? ചുമ്മാ, നിവിക്ക് അവിടെ ഒന്നും അറിയില്ല. നാളെ കാവിലും തൊഴുത് സച്ചിനേട്ടൻ്റെ വീട്ടിൽ പോയി ചിത്രമേയും കണ്ടിട്ട് വേഗം വന്നോളാം എൻ്റെ രാധൂട്ടി. അവിടെ കളിൽ ഉമ്മ വെച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. അവനിപ്പോൾ കുളിക്കാൻ കയറി കാണും, കഴിക്കാൻ വരുമ്പോൾ നീ ചോദിക്ക്. അവളുടെ തലമുടി ഒതുക്കി വെച്ച് കൊടുത്തിട്ട് അവർ പറഞ്ഞു. അമ്മയ്ക്ക് എന്താ ഇപ്പോൾ ഒരു സങ്കടം? ഒന്നുമില്ലാന്ന് പറയണ്ട, അമ്മയുടെ മുഖം കണ്ട എനിക്കറിയാം. രാധികയുടെ കവളിൽ കൈ ചേർത്ത് വെച്ച് അഞ്ചു തിരക്കി. പ്രത്യേകിച്ച് എന്ത് സങ്കടം? എൻ്റെ ചെറുക്കൻ്റെ ജീവിതം ഒന്നും അല്ലാതായി പോകുന്നു. ആളുകൾ ഇപ്പോഴും അവനെ തെറ്റുകാരനായി കാണും എന്നൊക്കെ ആലോചിച്ചപ്പോൾ ആകെ ഒരു വിഷമം. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ടവർ മെല്ലെ പറഞ്ഞു. അതിനൊക്കെ ദൈവം ഒരു വഴി കണ്ടെത്തും അമ്മേ. ഏട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയും പോലെ ദൈവത്തിനും അറിയാം.
കൈവിടില്ല ഏട്ടനെ. ഏട്ടനും നമ്മളുമൊക്കെ ഒരിക്കൽ ആഗ്രഹിച്ചതിലും മനോഹരമായൊരു ജീവിതം ഏട്ടൻ ജീവിക്കുന്നത് ഏട്ടനെ കുറ്റം പറഞ്ഞ ആളുകളും ഏട്ടനെ ചതിച്ചവളും ഒക്കെ കാണും. അമ്മ വിഷമിക്കാതിരിക്കുക. അമ്മയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തിട്ട് അവരെ ചുറ്റി പിടിച്ചുകൊണ്ട് അഞ്ജു വിതുമ്പലോടെ പറഞ്ഞു. ആരെ രഞ്ജു വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കടുത്ത മുഖത്തോടെ ഫോൺ കയ്യിലിട്ട് ഞെരിക്കുന്നവനെ കാണി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ലക്ഷ്മി വല്ലായ്മയുടെ തിരക്കി. അത് കുഞ്ഞിയുടെ ഹോസ്റ്റലിൽ നിന്ന് വിളിക്ക് ലക്ഷ്മി. അവൾ അവിടെ ഉണ്ടോയെന്ന് ഒന്ന് ചോദിക്കട്ടെ. കനത്ത മുഖവും കടുത്ത ശബ്ദവുമായി തന്നെ നിരഞ്ജൻ പറയെ ലക്ഷ്മി ഒന്ന് കിടങ്ങി. ഇതുവരെ നിവി ഹോസ്റ്റലല്ല എന്നുള്ള വിവരം അവനോട് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ആരാണോ വിളിച്ചു പറഞ്ഞു കൊടുത്തത്? ഈ ചികിത്സക്കിടയിൽ മാനസിക വിഷമം ഒന്നും ഉണ്ടാക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് നിവിക്ക് വയ്യെന്നും പറയാതെ ഇരുന്നത്. ഇതിപ്പോ ഹോസ്റ്റലിൽ വിളിച്ചാൽ അവൾ അവിടെ ഇല്ലെന്നറിയും. അപ്പൊ പനിയെന്നും തീരെ വയ്യെന്നും ഹോസ്റ്റലിൽ അഡ്മിറ്റ് ആയിരുന്നെന്നും ഒക്കെ പറയേണ്ടി വരും. ഈശ്വര, ഇനിയിപ്പോ ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ദേഷ്യം മുഴുവനും കാണിക്കുമല്ലോ. നീ എന്താടി കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? ഹോസ്റ്റലിൽ നമ്പർ വാങ്ങി വെക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അതിൻ്റെ നിർജൻ പല്ല് കടിച്ചു പിടിച്ച് ശബ്ദം അടക്കി പറഞ്ഞു. കുഞ്ഞെ വിളിച്ചില്ല രഞ്ജു. അവൾ പറഞ്ഞതല്ലേ ഹോസ്റ്റലിലാണെന്ന്. തന്റെ ഫോൺ കയ്യിലെടുത്ത് വല്ലായ്മയുടെ ലക്ഷ്മി തിരക്കി. നിന്നോട് ഹോസ്റ്റലിൽ വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചങ്ങ് തന്നേക്കണം. പറ്റില്ലെങ്കിൽ ഇങ്ങ് തന്നേക്ക്, ഞാൻ വിളിച്ചോളാം. ഒട്ടും അയവില്ലാത്ത ശബ്ദത്തിൽ നിരഞ്ജൻ പറഞ്ഞു. അവന്റെ മുഖത്തെ ഭാവവും ദേഷ്യവും ഒക്കെ കാണി നിവിക്ക് വയ്യെന്ന് അവൻ അറിഞ്ഞതുപോലെ തോന്നി ലക്ഷ്മിക്ക്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കാര്യം പറഞ്ഞേ പറ്റുമെന്ന പോലെ ലക്ഷ്മി അവനടുത്തേക്ക് നീങ്ങി നിന്നു. രഞ്ജു, നിവിക്ക് പനിയാണ്. അവൾ ഇന്നലെ ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് അവളെ നമ്മുടെ അബിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അഞ്ജുവും അവളുടെ അമ്മയുമാണ് ഹോസ്റ്റലിലൊക്കെ കൂടുന്നത്, ലക്ഷ്മി വിറയലോടെ പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴാണോടി എന്നെ അറിയിക്കുന്നത്? അബിയുടെ വീട്ടിലേക്കോ? നാണിത്തള്ള പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇരുന്നിടത്തുനിന്ന് പിടിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് നിരഞ്ജൻ രോക്ഷത്തോടെ തിരക്കി. അവരെന്തു പറഞ്ഞു? ലക്ഷ്മി മനസ്സിലാകാതെ അവരെ നോക്കി. എന്റെ കുഞ്ഞിയെപ്പറ്റി അവരെന്തൊക്കെയോ പറയുന്നിരിച്ചു. എന്റെ കുഞ്ഞി, അവൾ അങ്ങനൊന്നും മാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അബിയുടെ വീട്ടിലാണ് കുഞ്ഞെങ്കിൽ അവൻ പണ്ട് ഏതോ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അതറിഞ്ഞാണത്രേ അവൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന് താമസിച്ചിരുന്ന പെൺകുട്ടി അവനെ ഉപേക്ഷിച്ചു പോയത്. വലിയ കേസും കോട്ടവും ഒക്കെ ആയതാണ് എന്നവർ പറഞ്ഞത്. നമ്മളിതൊന്നും അറിയാതെ അവന് സഹായം സ്വീകരിച്ചു. അതൊക്കെ പോട്ടെ എന്ന് വെച്ചാൽ എന്റെ കൊച്ച് ഒന്നും അറിയാതെ അത് ആ വീട്ടിൽ പെട്ടുപോയല്ലോ ലിച്ചു. വേഗം എല്ലാം പാക്ക് ചെയ്യാൻ നോക്ക്, നമുക്ക് തിരികെ പോകാം. ഇനിയുള്ള ചികിത്സയൊക്കെ വീട്ടിൽ പോയിട്ട് എനിക്ക് എൻ്റെ കൊച്ചിനെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം. വേഗം റെഡിയാവ് ലിച്ചു പ്ലീസ്. എന്തൊക്കെയോ ഭയം കൊണ്ട് പിടഞ്ഞുയരുന്ന ഹൃദയമിടിപ്പ് അടക്കാൻ ശ്രമിച്ചുകൊണ്ട് നിരഞ്ജൻ തളർച്ചയുടെ ലക്ഷ്മിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു പറഞ്ഞു. രഞ്ജു, എന്താ ഇത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് ഇവിടെ നിന്നെല്ലാം വിട്ടെറിഞ്ഞു പോയാൽ ഇനി ഒരവസരം ഇല്ല രഞ്ജു. നമുക്ക് ഇപ്പോൾ ഒന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ. ഇനിയും 1.5 മാസത്തെ ചികിത്സ ബാക്കിയാണ് രഞ്ജു. പൂർത്തിയാകാതെ പോയാൽ പിന്നെ എങ്ങനെ നീ എഴുന്നേറ്റ് നടക്കും രഞ്ജു? ഞാനിപ്പോൾ കുഞ്ഞെ വിളിക്കാം. ഇന്ന് തന്നെ ഹോസ്റ്റലിൽ പോകാൻ പറഞ്ഞോളാം ഞാൻ. കണ്ണുനീരോടെ ലക്ഷ്മി അവനെ നോക്കിക്കേണു. പറ്റില്ല ലക്ഷ്മി, എനിക്ക് പോകണം. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ്, അവളെ എല്ലാവരും കൂടെ വേദനിപ്പിക്കും. എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് ആരെയും വിശ്വാസമില്ല. അതുകൊണ്ട് നമുക്ക് പോകാം ലിച്ചു, തിരികെ പോകാം. കടുത്ത രോക്ഷത്തോടെ പറയുമ്പോൾ നാണിത്തള്ള പറഞ്ഞ അബോഷൻ എന്ന വാക്കിൽ കുടുങ്ങി നിരഞ്ജന്റെ ഹൃദയം പിടഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുഞ്ഞെ അബി ഉപദ്രവിക്കാൻ ആ വീട്ടിൽ അവൻ്റെ അമ്മയും പെങ്ങളും ഉണ്ട് രഞ്ജു. അവരെയാണ് ഞാൻ കുഞ്ഞെ ഏൽപ്പിച്ചത്. പിന്നെ അവളും അത്ര ചെറിയ കുഞ്ഞല്ല രഞ്ജു. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും കുഞ്ഞിക്കൊണ്ട്. തിരികെ പോയേ പറ്റുമെന്ന അവൻ്റെ വാശിയിൽ ലക്ഷ്മിക്കും ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. എൻ്റെ കുഞ്ഞി, അവൾ ചീത്ത പെൺകുട്ടിയായതുകൊണ്ടാണ് അവൻ ആ മനു എൻ്റെ കൊച്ചിനെ ഉപേക്ഷിച്ചെന്നാണ് ലച്ചു ആ തള്ള പറഞ്ഞത്. നമ്മുടെ കുഞ്ഞി അബോർഷൻ ചെയ്യാനാണത്രേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഇതിലും കൂടുതൽ ഇവറ്റോൾക്ക് പറയാൻ ഞാൻ എൻ്റെ കുഞ്ഞിയെ എങ്ങനെ വിട്ടുകൊടുക്കും ലച്ചു? അവളെ കെട്ടിപ്പുണർന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. അതിന് മറുപടി ഒന്നുമില്ലാതെ അവനെ ചുറ്റിപ്പിടിച്ചെന്ന് കരയാൻ മാത്രമേ അവൾക്കുമായുള്ളൂ. ഡോക്ടർ എന്തു പറഞ്ഞു ലച്ചു? പോകാൻ സമ്മതിച്ചില്ലേ? ഇനിയിപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് പോകാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ എനിക്കാവുന്നുണ്ടല്ലോ. ഇനി ബാക്കി ചികിത്സ നാട്ടിൽ എവിടെയെങ്കിലും നോക്കാം. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിക്കരികിലെത്തണം. അവളെ ഒറ്റയ്ക്കാക്കാൻ എനിക്കാവില്ല. അവൾക്ക് ഞാനേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞ് എനിക്ക് ആരുമല്ലേ രഞ്ജു? അവൾ എൻ്റെ ആരുമല്ലേ? തൻ്റെ മുഖത്ത് പോലും നോക്കാതെ പതറി പറയുന്നവനോട് നിറം മിഴികളോടെ ലക്ഷ്മി തിരക്കി. അങ്ങനെയല്ലടാ, നിനക്ക് അവളെ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവൾ തകർന്നു പോയ അവസരത്തിൽ നീ അവളെ താങ്ങി നിർത്തിയിട്ടുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ കുഞ്ഞ്, അവളുടെ ജീവിതം അതോർക്കുമ്പോൾ എനിക്ക് സമാധാനിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിക്കരികിലെത്താതെ എനിക്കൊന്ന് നേരിച്ചു ശ്വാസം വിടാൻ പോലും പറ്റുമെന്ന് തോന്നുവാണ് ലിച്ചു. എനിക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കടി. 5 വർഷത്തെ പ്രണയം, 6 വർഷത്തെ ദാമ്പത്യ ജീവിതം, എല്ലാം കൂടെ 11 വർഷം. ആ വർഷങ്ങളിലൊക്കെ
അവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും അവൻ അതിയായി സ്നേഹിക്കുന്നതും അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന കുഞ്ഞിയാണെന്ന് ഓർക്കെ അവൾക്കും ഈ ലോകത്തിൽ മറ്റെന്തിലും വലുത് നിരഞ്ജൻ എന്ന അവളുടെ ജീവനായ സഹോദരനും അതിനൊപ്പം തന്നെ താനുമുണ്ടെന്ന് ആലോചിക്കെ ഈ ചികിത്സ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതിൽ അവനോടും കുഞ്ഞോടും തോന്നിയ ദേഷ്യം ലക്ഷ്മിയിൽ ആവിയായി പോയി. ലച്ചു എടി. അപ്പോഴും ആലോചനയോടെ നിൽക്കുന്നവളുടെ കയ്യിൽ ഒന്ന് തട്ടി വിളിച്ചു നിരഞ്ജൻ. ആ എന്താ രഞ്ജു? ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ മെല്ലെ പറഞ്ഞു. ഡോക്ടർ വഴക്ക് പറഞ്ഞു വിളിച്ചു. അവളുടെ വാടി മുഖം കാണി അവനും പതിയെ തിരക്കി. ഇല്ല, ഡോക്ടർ വഴക്കൊന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് തിരികെ ഇങ്ങ് വന്നേക്കണമെന്ന് പറഞ്ഞു. അതുവരെ ഇവിടെ ചെയ്യുന്നത് പോലെ തൈലമിട്ട് ഒഴിയണം, അതുപോലെ മരുന്ന് കഴിക്കണം, പത്തി നോക്കണം, അത്ര പറഞ്ഞു ഡോക്ടർ. അവൻ്റെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞിട്ട് തിരികെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ലക്ഷ്മി. അന്ന് ഉച്ച കഴിഞ്ഞതോടെ നാട്ടിൽ നിവിക്കെതിരെ വേണ്ടപ്പെട്ടവർ കാരണം അരങ്ങേറുന്ന സംഭവ വികാസങ്ങളൊന്നും അറിയാതെ ഒരു ടാക്സിയിൽ നിരഞ്ജനും ലക്ഷ്മിയും എറണാകുളത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചു. വൈകിട്ട് നിവിയും അഞ്ചും കൂടെ കാവിൽ പോയി തൊഴുതിട്ടാണ് സച്ചിന്റെ വീട്ടിലേക്ക് ചെന്നത്. ചിത്രമായി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അഞ്ചു വീടിനകത്തേക്ക് കയറി. നിവി ആവട്ടെ മടിയുടെ മുറ്റത്ത് തന്നെ നിന്നു. കയറി വാടി നിവിക്കുട്ടി, ഇവിടെ നീ മടിച്ചു നിൽക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ സ്വന്തം വീടാണ്. പറച്ചിലിനൊപ്പം നിവിയുടെ കൈയും പിടിച്ച് അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ചുമ്മാതല്ല ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്. അമ്മായി ആ മുൻവാതിലും തുറന്നിട്ടിങ്ങനെ പിന്നിൽ വന്ന് നിന്നാൽ വല്ല കള്ളന്മാരും കയറിയിൽ അറിയാമാവോ? അടുക്കളയിൽ ആരെയും കാണുന്ന പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന അഞ്ചു അവിടെ ഇരുന്ന് മീൻ വെട്ടുന്ന ചിത്രയെ കാണാൻ ഉറക്കെ വിളിച്ചു. ഇവിടെ കയറുന്ന കള്ളന്മാർക്ക് എടുത്തോണ്ട് പോവാൻ ഈ വീട്ടിലിപ്പോ എന്താ കുഞ്ഞിരിക്കുന്നത്? വെട്ടിയെടുത്ത മത്തി ഉപ്പിട്ട് ഉരച്ച് കഴുകിക്കൊണ്ട് ചിത്ര ചെറു ചിരിയോടെ തിരക്കി. സ്വർണവും വെള്ളിയും ഒന്നുമില്ലെങ്കിലും തങ്കം പോലുള്ള എൻ്റെ അമ്മായി ഉണ്ടല്ലോ ഇവിടെ. മീൻ കഴുകിയെടുത്ത് എഴുന്നേറ്റ അവിടെ കവിളുന്ന് നുള്ളിക്കൊണ്ട് അഞ്ചു പറഞ്ഞു. ഇതാണോ നിവിത? അടുത്തുനിന്ന് നിവി ഒന്ന് നോക്കിയിട്ട് ചിത്ര തിരക്കി. അതേലോ, ഇതാണ് നിവിത, ഞങ്ങളുടെ നിവിക്കുട്ടി പറഞ്ഞിട്ട് ചെറു ചിരിയോടെ ചിത്രയെ നോക്കിന്ന നിവിയെ ചേർത്ത് പിടിച്ചു അഞ്ചും. രണ്ടാളും അകത്തേക്ക് കയറിവാ. സച്ചി പറഞ്ഞിരുന്നു അഞ്ജുവിന്റെ കൂട്ടുകാരിയായ നിവി ഇവിടെ വീട്ടിലുണ്ടെന്ന്. അവർ മീൻ അടുക്കള സ്ലാബിൽ മേലേക്ക് വെച്ചിട്ട് കൈ നല്ലോണം സോപ്പ് ഉപയോഗിച്ച് കഴുകിനിടയിൽ പറഞ്ഞു. എന്നിട്ട് അമ്മായിയുടെ സച്ചിമോൻ എവിടെ പോയി? ചെക്കനിപ്പോൾ ഈ മീന് വാങ്ങിക്കൊണ്ട് തന്നിട്ട് കുളിക്കാൻ കയറിയതാണ്. നിങ്ങളിരിക്കെ, ഞാനിതൊന്ന് വറുക്കാൻ അരപ്പ് തേച്ച് വെക്കട്ടെ. ഒരുപാട് ഒന്നും ഇരിക്കാൻ നേരെയില്ല അമ്മായിയെ. ഇരുട്ട് മുൻപേ തിരികെ ചെല്ലണം, ഏട്ടൻ വീട്ടിലുണ്ട്. അഞ്ചു കുഞ്ഞൊരു ഭയത്തോടെ പറഞ്ഞു. എന്നാ പിന്നെ നിനക്ക് രാവിലെ വരാൻ പാടില്ലായിരുന്നോ? ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് പോകായിരുന്നു. ഇതിപ്പോ ഈ കൊച്ചു ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അതിനൊന്നും കൊടുക്കാതെ വിടുന്നത് എങ്ങനെയാണ്? പറയുന്നതിനിടയിൽ അവർ മീനിൽ അരപ്പ് തേച്ചു വെച്ചു. അതിന്റെ മുട്ടയൊക്കെ പ്രത്യേകിച്ച് അരപ്പ് തേച്ച് മാറ്റി വെച്ചു. അതിനൊപ്പം തന്നെ ചായക്ക് വെള്ളവും വെച്ചു. അവർ ഒരു താളത്തിൽ ഓരോന്നും ചെയ്ത് നോക്കി നിൽക്കെ നിവിക്ക് അവളുടെ അമ്മ ഓർമ്മ വന്നു. അമ്മയും ഇതുപോലെയാണ്, ഒരേ സമയം 2-3 ജോലികൾ നിഷ്പ്രയാസം ചെയ്യും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. മോൾ എന്തൊന്നും മിണ്ടാത്തത്? കട്ടൻ ചായയിൽ പഞ്ചസാര ചേർത്ത് ഇളക്കിനിടയിൽ ഒന്നും മിണ്ടാതെ ആലോചനയോടെ നിൽക്കുന്ന നിവിയുടെ ചിത്ര ചോദിച്ചു. ഒന്നുമില്ല ആൻറ്റി, ഞാൻ വെറുതെ. അമ്മയോർക്കെ തൊണ്ടയിൽ കണ്ട സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് നേർത്തൊരു ചിരിയോടെ നിവി പറഞ്ഞു. അമ്മായി, ഞാനേ അമ്മയുടെ പൊന്നു മോനെ ഒന്ന് ശരിക്കൊന്ന് കണ്ടിട്ട് വരാം. ചിത്രയോട് പറയുമ്പോൾ തന്നെ കണ്ണും മേശി നോക്കിയ നിവിയെ നോക്കി കണ്ണൊന്ന് ചിമ്മി ചിരിച്ചുകൊണ്ട് പെണ്ണ് സച്ചിന്റെ മുറിയിലേക്ക് പോയി. ഇപ്പൊ കേൾക്കാം. രണ്ടും കൂടെ വഴക്കും ബഹളവും തല്ലിപ്പെടുത്തവും ഒക്കെ കഴിഞ്ഞ് അവന്റെ വയലിൽ നിന്ന് കുറെ വഴക്കം കേട്ടിട്ടെ എന്റെ കൊച്ചു പോവും. ഇതിവിടെ സ്ഥിരം കലാപരിപാടിയാണ്. ചിത്ര ചിരിയോടെ പറയുമ്പോൾ കേൾക്കുന്ന ആർക്കും മനസ്സിലാകും ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അഞ്ജുവിനുള്ള വാത്സല്യം. അഞ്ജു പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടനെ ദേഷ്യം പിടിപ്പിച്ച് വഴക്കുണ്ടാക്കുന്ന കാര്യം. നേർച്ചൊരു ചിരിയോടെ നിവി പറഞ്ഞു. കുഞ്ഞുനാൾ മുതൽ ഈ തല്ലിപിടുത്തമുണ്ട്. സച്ചിനും അബിക്കും ആരിക്കുമൊക്കെ 10-11 വയസ്സായതിൽ പിന്നെയല്ലേ ഇവളുണ്ടായത്. അന്നേരം മുതൽ കൊഞ്ചിച്ചുകൊണ്ട് നടന്നതല്ലേ ഇവളെ. എന്നാൽ 6 വയസ്സ് മുതൽ അവനെ ഏരി കയറ്റി വഴക്കിട്ടാലേ പെണ്ണിന് സമാധാനമാകും. പക്ഷെ അബി ഉണ്ടെങ്കിൽ ഒരക്ഷരം മിണ്ടില്ല അഞ്ജു. ചിരിയോടെ അവർ ഓരോന്നും പറയുമ്പോഴേക്കും അവിടെ ഉച്ചത്തിൽ ഇരട്ടപ്പേരി വിളിയൊക്കെ തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അതുങ്ങൾ തല്ലിപിടുത്തം കഴിഞ്ഞു വരട്ടെ, മോൾ ഇവിടെ ഇരുന്ന് ഇത് കഴിക്ക് പറഞ്ഞിട്ട് അവർ അടുക്കളയിൽ കിടന്ന കസേര വലിച്ചിട്ട് അവളെ അതിൽ പിടിച്ചിട്ട ശേഷം കട്ടനും ബിസ്ക്കറ്റും എടുത്ത് ഒരു സ്റ്റൂളിൽ വെച്ച് കൊടുത്തു.